മോഹൻലാലിന്റെ ആദരിക്കൽ ചടങ്ങിൽ കണ്ടൊരു ദൃശ്യമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ പ്രതികരണം എടുക്കാൻ മാധ്യമങ്ങൾ ഇടിച്ചു കയറി അങ്ങ് ചെല്ലുകയാണ്. സാധാരണഗതിയിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സ്ത്രീയല്ല, പൊതുവിടങ്ങളിൽ പൊതുവെ വരാറില്ല, മോഹൻലാലുമായി റിലേറ്റ് ചെയ്ത് ചോദ്യം ചോദിക്കേണ്ട ഒരു വ്യക്തിയുമല്ല. എന്നിരുന്നാലും ഈ ഫില്ല് ചെയ്ത് പോകാനും ഒപ്പം തന്നെ ആൾക്കാരെ വീണ വിജയനെ കാണിച്ചൊന്ന് ഓർമ്മപ്പെടുത്തുകയാണോ അതിന്റെ ലക്ഷ്യമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മോഹൻലാൽ ആരാധികയാണോ? കുറേ സിനിമകൾ ഇഷ്ടമാണോ? ഏത് കുറച്ച് കുറച്ച് ദൂരെ വെക്കോ, കുറേ സിനിമകൾ ഇഷ്ടമാണോ? അങ്ങനെ ഒന്ന് പ്രത്യേകം പറയാൻ പറ്റും. മോഹൻലാൽ ആരാധികയാണോ? ഓ ആണ്. ചെറുപ്പകാലം തൊട്ടേ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ്? ചെറുപ്പകാലം മുതലേ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പരിപാടിയുടെ ഭാഗമാകുമ്പോ ആ ഓർമ്മകളൊക്കെ ഉണ്ടാവുന്നുണ്ടാവില്ലേ? എന്താ ഭാഗമാകുമ്പോ ആ ഓർമ്മകളൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവില്ലേ? പരിപാടിയുടെ ഭാഗമാ മുഴുവൻ സമയവും ഉണ്ടാവോ? മുഴുവൻ സമയവും ഉണ്ടാവോ? അറിയില്ല, ഫസ്റ്റ് ഷോട്ടിൽ തന്നെ താല്പര്യമില്ലാത്തത് പോലെ തന്നെ അവർ കൈവയ്ക്കുന്നുണ്ട്. പിന്നീട് ഇത്രയും ബഹളത്തിനിടയിലും ചോദ്യദാരിദ്ര്യവും നേരിടുന്നുണ്ട്. ഒരാൾ ഒരു ചോദ്യം ചോദിച്ച് മറുപടി പറയാൻ തുടങ്ങുമ്പോൾ അടുത്തയാൾ ഇടിച്ചു കയറി ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ വ്യക്തിക്ക് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അൺകംഫർട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണെന്ന് അതെന്ന് തോന്നി. ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ്. ഒരു മൈക്കും ക്യാമറയുമായി ഇടിച്ചു കയറി ചെന്ന് അവർക്ക് ആ വിഷയത്തിൽ ഒന്നും പറയാനില്ലെങ്കിൽ പിന്നെ നിർബന്ധപൂർവ്വം പ്രതികരണം എടുക്കണമെന്നുള്ളത് ഒരു ശരിയായ ശൈലിയുമല്ല. പബ്ലിക്കിൽ മോഹൻലാലിനെ പോലെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ അവർ പങ്കെടുക്കാൻ എത്തുമ്പോൾ അവരുടെ സ്വകാര്യത മാനിക്കേണ്ട ഉത്തരവാദിത്വം കൂടി മാധ്യമങ്ങൾക്കുണ്ട് എന്ന് ആ ദൃശ്യം കാണുമ്പോൾ തോന്നിപ്പോയി. കാര്യം, പ്രതികരിക്കാൻ താല്പര്യമില്ലാത്ത, പൊതുവിടത്തിലില്ലാത്ത മോഹൻലാലുമായി ഒരു തരത്തിലും വലിയ അടുത്ത ബന്ധമില്ലാത്ത കേവലം ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് അവിടെ എത്തിയ ബാക്കിയുള്ളവരുടെ സമാനമായിട്ടുള്ള ഒരു വ്യക്തിയെ പെട്ടെന്ന് ചോദ്യം ചോദിച്ച് അതിൽ നിന്ന് എന്താണ് മാധ്യമങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ഒരിക്കലും മനസ്സിലാകുന്നില്ല. ഇതൊക്കെയാണ് ചിലയിടങ്ങളിൽ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ വ്യക്തികൾക്ക് വലിയ ശല്യമായിട്ട് ഈ സംവിധാനം മാറുന്നുണ്ട് എന്ന് തോന്നിപ്പോകുന്നത്. അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദിക്കാതെ കിട്ടിയ അവസരത്തിൽ ആരെ കണ്ണി കാണുന്നുണ്ടോ അവരുടെ വായിലേക്ക് കൊണ്ടുവന്ന് ഈ മൈക്ക് തിരികെ കയറ്റുന്ന പ്രവർത്തനം, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൂഷണമല്ല എന്ന് ആ മൈക്ക് നീട്ടുന്ന സന്ദർഭത്തിൽ തന്നെ അതിൽ അൺകംഫർട്ട് എന്ന് തോന്നിപ്പിക്കുന്ന വീണയുടെ ആ ബോഡി ലാംഗ്വേജ് തെളിയിക്കുന്നുണ്ട്. അങ്ങനെ പൊതുവിടങ്ങളിലെ നിറസാന്നിധ്യമല്ലാത്ത വ്യക്തികളെ ഇങ്ങനെ പിന്നാലെ നടന്ന് പ്രതികരണം എടുക്കുക എന്നുള്ളത് ഒരു കാലത്ത് വേട്ടയാടിയവരുടെ ഉള്ളിലെ മറ്റൊരു ദുരുദ്ദേശമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല. മോഹൻലാൽ ആരാധികയാണോ? കുറേ സിനിമകൾ ഇഷ്ടമാണോ? ഏത് കുറച്ച് കുറച്ച് ദൂരെ വെക്കോ, കുറേ സിനിമകൾ ഇഷ്ടമാണോ? അങ്ങനെ ഒന്ന് പ്രത്യേകം പറയാൻ പറ്റും. മോഹൻലാൽ ആരാധികയാണോ? ഓ ആണ്. ചെറുപ്പകാലം തൊട്ടേ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ്? ചെറുപ്പകാലം മുതലേ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പരിപാടിയുടെ ഭാഗമാകുമ്പോ ആ ഓർമ്മകളൊക്കെ ഉണ്ടാവുന്നുണ്ടാവില്ലേ? എന്താ ഭാഗമാകുമ്പോ ആ ഓർമ്മകളൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവില്ലേ? പരിപാടിയുടെ ഭാഗമാ മുഴുവൻ സമയവും ഉണ്ടാവോ? മുഴുവൻ സമയവും ഉണ്ടാവോ?